എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതായത് ഒരു എക്സ്റ്റൻഷൻ ബോക്സ് എങ്ങനെ സ്വന്തമായി ഉണ്ടാക്കാം. അപ്പോൾ നമുക്കറിയാം ഷോപ്പുകളിലൊക്കെ പല മോഡൽ, ഇപ്പോൾ ഇതുപോലുള്ള പല മോഡലിലുള്ള പല വലുപ്പത്തിലുള്ള എക്സ്റ്റൻഷൻ ബോക്സുകൾ വാങ്ങാൻ കിട്ടും. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ ഈ വയറ് വളരെ ലോ ക്വാളിറ്റി വയറുണ്ടാകും. അപ്പോൾ നമ്മൾ ഇത്തരം എക്സ്റ്റൻഷൻ ബോക്സുകൾ നമ്മൾ വല്ല മിക്സിയോ അയൺ ബോക്സോ അതുപോലുള്ള കൂടുതൽ കറണ്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ വയറ് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് എത്ര ഇതേപോലത്തെ പ്ലഗ് പോയിന്റുകൾ വേണം അതിന് അനുസരിച്ചിട്ടുള്ള ബോക്സ് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ മൊബൈൽ ഫോൺ 2, 3, 4 മൊബൈൽ ഫോൺ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ മൊബൈൽ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വെക്കണമെങ്കിൽ ഇതേപോലെയുള്ള പ്ലഗ് പോയിന്റുകൾ വേണം. അപ്പോൾ നമുക്ക് എത്ര പ്ലഗ് പോയിന്റ് വേണം അതിനനുസരിച്ചിട്ടുള്ള ബോക്സ് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇതുപോലുള്ള ഒരു എക്സ്റ്റൻഷൻ ബോക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എക്സ്റ്റൻഷൻ ബോക്സുകൾ ഉണ്ടാക്കുന്നതിന് നമുക്ക് ഇതുപോലത്തെ ഒരു ബോക്സ് ആവശ്യമാണ്. അപ്പോൾ ഈ ബോക്സ് നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങുമ്പോൾ നമുക്ക് എത്ര പ്ലഗ് പോയിന്റുകൾ വേണം, എത്ര സ്വിച്ചുകൾ വേണം, ഇൻഡിക്കേറ്റർ വേണോ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം വാങ്ങാൻ. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഞാനിതിൽ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടില്ല. അതിന് പകരം ഞാൻ 3 ഇതേപോലത്തെ 3 3 പിൻ സോക്കറ്റുകളുണ്ട്. പിന്നെ ഒരു 2 പിൻ സോക്കറ്റും വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 2 സ്വിച്ചാണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ബോക്സാണ് നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ ബോക്സിൻ്റെ മുകളിലുള്ള ഫ്രണ്ട് പാനൽ അഴിച്ചെടുക്കുക. ഫ്രണ്ട് പാനൽ അഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിലേക്ക് കാണുന്ന ഈ ഗ്യാപ്പുകളുണ്ടല്ലോ, ഇത് ഗ്യാപ്പുകളിൽ നമ്മൾ പ്ലഗ് പോയിന്റുകളും അതേപോലെ തന്നെ സ്വിച്ചും നമ്മൾ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ സ്വിച്ചൊക്കെ ആണെന്ന് വെച്ചാൽ സ്വിച്ചിൻ്റെ മുകളിൽ അതിൻ്റെ പേരുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം ഉണ്ടാവും. ആ അടയാളം കറക്റ്റായിട്ട് തന്നെ വരുന്ന രീതിയിൽ കണക്ട് ചെയ്യാം. അപ്പോൾ എല്ലാതും ഒരേ രീതിയിൽ തന്നെ കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ ഒരു 2 പിൻ സോക്കറ്റാണ് ഞാനൊരു സൈഡിൽ കണക്ട് ചെയ്യണത്. പിന്നെ ഒരു പ്ലഗ് പോയിൻ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ 2 ഒന്ന് സ്ക്രൂ ചെയ്യട്ടെ. നമ്മളിങ്ങനെ ഈ പ്ലഗ് പോയിന്റുകളും അല്ലെങ്കിൽ സ്വിച്ചൊക്കെ ഫിക്സ് ചെയ്യുമ്പോൾ നന്നായി ടൈറ്റ് ചെയ്യണം ഇവിടെ സ്ക്രൂസ്. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഈ പിന്നൊക്കെ ഊരിയെടുക്കുന്ന സമയത്ത് ഇത് ഇളകാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഇപ്പോൾ നോക്കൂ, ഞാനിവിടെ 2 ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്, കണ്ടോ, നന്നായി ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതും കൂടി ഫിറ്റ് ചെയ്യാം. ഓക്കെ, അതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കാൻ നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ഈ സ്വിച്ചുകളും സോക്കറ്റുകളും കറക്റ്റായിട്ട് ഈ ഫ്രണ്ട് പാനൽ ഉറപ്പിച്ചിട്ടുണ്ട്, നന്നായി ടൈറ്റ് ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കിലുള്ള കണക്ഷൻസാണ് നമ്മൾ ചെയ്യാൻ പോണത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണത്. അപ്പോൾ ശ്രദ്ധിക്കണത് കൊടുക്കുമ്പോൾ. ഓക്കെ, നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനെ വയറിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫേസ് വയറിന് നമ്മൾ ചുവപ്പ് വയറാണ് കൊടുക്കേണ്ടത്. അതേസമയം ന്യൂട്രൽ വയറിന് നമ്മൾ ബ്ലാക്ക് വയർ കൊടുക്കണം. ഇനി എർത്ത് കണക്ഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ എർത്ത് കണക്ഷൻ നമ്മൾ ചെയ്യേണ്ടത് പച്ച വയറാണ്. അപ്പോൾ നമ്മൾ ഇതിനുള്ള വയർ വാങ്ങുന്ന സമയത്ത് കടയിൽ പോയിട്ട് വാങ്ങുമ്പോൾ 3 കോർ വയറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഒരു കറുപ്പ് ഷീൽഡിനുള്ളിൽ 3 വയറായിട്ടുള്ളത്, അങ്ങനത്തെ വയർ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അയൺ ബോക്സിനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് വയർ വരാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് സിംഗിൾ വയറായിട്ട് തന്നെ വാങ്ങാം. സിംഗിൾ വയറായിട്ട് വാങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ മാതിരി 3 കളറിലൊന്നും ലഭിച്ചോളുന്നില്ല. ചിലപ്പോൾ അവർ ഒറ്റ കളർ തന്നെ തരികയാണ് ചെയ്യുക. സിസ്റ്റമാറ്റിക്കായിട്ട് പറയുകയാണെങ്കിൽ ഫേസ് വയറിന് നമ്മൾ എല്ലാം ഇപ്പോഴും ചുവപ്പാണ് കൊടുക്കേണ്ടത്. അതേപോലെ ന്യൂട്രൽ കണക്ഷന് ബ്ലാക്കും എർത്തിന് ഗ്രീൻ വയറാണ് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ വേറൊരാൾക്ക് അത് നോക്കുമ്പോൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതും കൂടി അതിൻ്റെ ഒരു ഗുണമാണ്. അപ്പോൾ അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതൊരു പ്ലഗ് പോയിന്റ് നമ്മൾ എടുത്താലും അതിലെ വലതുഭാഗത്തായിരിക്കണം ഫേസ് വരേണ്ടത്. വലതുഭാഗത്താണ് ഫേസ് കണക്ഷൻ വരിക. അപ്പോൾ നമ്മൾ ഇതിൽ ടെസ്റ്റർ ഉപയോഗിച്ച് വെച്ച് നോക്കുമ്പോൾ വലതുഭാഗത്തെ പോയിന്റിലാണ് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കത്തേണ്ടത്. ഇടത് ഭാഗത്തല്ല ഇപ്പോഴും ന്യൂട്രൽ കണക്ഷനാണ് കൊടുക്കുക. പിന്നെ നമുക്കറിയാം ഇതിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന കുറച്ച് വലിയൊരു ഹോളുണ്ട്, അത് എർത്തായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൻ്റെ കണക്ഷൻസ് കൊടുക്കണം. അപ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞു ഫേസ് കണക്ഷന് ചുവപ്പും അതേമാതിരി ന്യൂട്രൽ കണക്ഷന് ബ്ലാക്കും എർത്തിന് ഗ്രീനൊക്കെ വേണമെന്നുള്ളത്. ഞാനിവിടെ ഉപയോഗിക്കുന്നതൊക്കെ മഞ്ഞ വയർ തന്നെയാണ്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. എന്തായാലും ഞാനത് ഓരോ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 2 സ്വിച്ചിൻ്റെയും താഴത്തെ പോയിന്റുകൾ
കണക്ട് ചെയ്യുക. ഒരു വയറിൻ്റെ കഷ്ണം ഉപയോഗിച്ചിട്ട് താഴത്തെ ലീഡ് നമ്മൾ ഷോർട്ട് ചെയ്യാണ് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കൂ, നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതാണ് ഒരു സ്വിച്ച്, ഇതാണ് ഒരു സ്വിച്ച്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഈ കാണുന്ന 2 പോയിൻ്റ്, ഈ അടിയിലത്തെ പോയിൻറ്റും ഈ 2 പോയിൻ്റ്, ഈ 2 പോയിൻ്റാണ് നമ്മൾ ഷോർട്ട് ചെയ്യാൻ പോണത്. അതിലേക്കാണ് നമ്മൾ ഫേസ് കണക്ഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വയർ പീസുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 സ്വിച്ചിൻ്റെയും അടിയിലത്തെ 2 പോയിൻറ്റുകൾ കറക്റ്റായിട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ സ്വിച്ചിൽ നിന്ന് പ്ലഗിലേക്ക് ഫേസ് കൊടുക്കുകയാണ്. സ്വിച്ചിൻ്റെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ 3 പിൻ സോക്കറ്റിലെ ഫേസിലേക്ക്, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലത് ഭാഗത്താണ് ഫേസ് വരിക. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഇവിടെ എൽ എന്ന് എഴുതി വെച്ചിട്ട് കാണാം, ഇവിടെ എൽ എന്ന് കാണാം, ഇവിടെ എൻ എന്നും കാണാം, ലൈന് ന്യൂട്രൽ. അപ്പോൾ നമ്മൾ ഈ ലൈൻ എന്ന് എഴുതിയിട്ടുള്ള ഭാഗത്താണ് നമ്മൾ ഈ സ്വിച്ചിൽ നിന്നുള്ള കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ സ്വിച്ചിൽ നിന്ന് നമുക്ക് 2 കണക്ഷൻ കൊടുക്കേണ്ടതുണ്ട്. കാരണം ഈ 2 പ്ലഗ് പോയിൻറ്റിനും ഒറ്റ സ്വിച്ച് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ സ്വിച്ചിൽ നിന്ന് ഒരു കണക്ഷൻ ഇങ്ങോട്ടും അതേമാതിരി ഒരു കണക്ഷൻ ഇങ്ങോട്ട്, അതായത് എൽ എന്ന് എഴുതിയ പോയിന്റിലേക്കാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ 2 വയർ പീസ് എടുത്തിട്ടുണ്ട്. 2ൻ്റെയും എൻഡ് ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഈ എൻഡ് നമ്മളൊന്ന് കറക്റ്റായിട്ട് ബെൻഡ് ചെയ്ത് വയ്ക്കുക. സ്ക്രൂ നമ്മൾ നല്ലവണ്ണം ടൈറ്റ് ചെയ്യണം. സ്ക്രൂ ലൂസാവരുത്. ലൂസായി കഴിഞ്ഞാൽ വയർ ലൂസാവും. അപ്പോൾ പ്ലഗ് പോയിൻ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. നന്നായി ടൈറ്റ് ചെയ്യുക. ഇതേപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തും എൽ എന്ന് എഴുതിയിട്ടുണ്ടാകും. ഇവിടെ കണ്ട്, ഇവിടെ എൽ എന്ന് എഴുതി കാണാം. അതിലേക്ക് സ്വിച്ചിൽ നിന്ന് കണക്ഷൻ കൊടുക്കുക. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ശരിക്കും ചുവപ്പ് വയറാണ് കൊടുക്കേണ്ടത്. പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ മഞ്ഞ വയറുള്ളത്, അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ചുവപ്പ് വയറാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ ഒരു പ്ലഗ് പോയിന്റിൽ നിന്ന് 2 കണക്ഷൻ കഴിഞ്ഞു. ഇതിലേക്കും ഫേസ് കൊടുത്തു, ഇതിലേക്കും കൊടുത്തു. ഇതേപോലെ നമ്മൾ ഇനി ഈ സ്വിച്ചിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ലൈനിലേക്കും അതേമാതിരി ഇതിൻ്റെ ലൈനിലേക്കും കൊടുക്കണം. ഓക്കെ, അതിനായിട്ട് ഞാൻ വീണ്ടും 2 വയർ പീസ് എടുത്തിട്ടുണ്ട്. ഈ വയർ പീസ് ഇതിൽ ഒരു വയർ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വയറുണ്ട്, ഇത് ഈ പ്ലഗിൻ്റെ ലൈനിലേക്ക്. ഓക്കെ, ഇപ്പം നമ്മൾ ഫേസ് കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ന്യൂട്രൽ കണക്ഷനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ന്യൂട്രൽ കണക്ഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു ന്യൂട്രലാണ്, ഇതൊരു ന്യൂട്രലാണ്, പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു ന്യൂട്രലുണ്ട്, ഈ ഉണ്ട്. അപ്പോൾ ഈ 4ഉം കൂടി നമ്മൾ എന്ത് ചെയ്യുക, ഷോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ പ്ലഗിൻ്റെ ന്യൂട്രലിലേക്ക് കൊടുക്കുക. ഓക്കെ, ഇനി ഒരു വയർ നമ്മൾ അവസാനത്തെ 2 പിൻ സോക്കറ്റിൻ്റെ ന്യൂട്രൽ പോയിന്റിലേക്കും കൊടുക്കുക. ഇപ്പം നമ്മുടെ ഫേസ് കണക്ഷനും ന്യൂട്രൽ കണക്ഷനും കഴിഞ്ഞു. ഇനി നമുക്ക് ഈ 3 എർത്ത് കണക്ഷൻ കൊടുക്കാനുള്ള 3 ലീഡ്, ഇത് 3ഉം കൂടി ഷോർട്ട് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഇപ്പം നമ്മുടെ ബോക്സിൻ്റെ ഉള്ളിലുള്ള എല്ലാ കണക്ഷനും കഴിഞ്ഞു. ഞാൻ ഈ കണക്ഷൻസ് ഒന്നും കൂടി പറയാം. നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് 2 സ്വിച്ചിൻ്റെയും ഒരു പോയിന്റ് ഷോർട്ട് ചെയ്തു അല്ലേ. പിന്നെ സ്വിച്ചിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഈ 2 പ്ലഗ് പോയിൻറ്റിക്കും ഫേസ് കൊടുത്തു. അതേമാതിരി ഈ രണ്ടാമത്തെ സ്വിച്ചിൽ നിന്ന് നമ്മൾ ഇത് 2ലേക്കും ഫേസ് കണക്ഷൻ കൊടുത്തു. ഇനി നമ്മൾ ന്യൂട്രൽ എന്ത് ചെയ്തു, ഇവിടുന്ന് ഒരു വയറെടുത്ത് ഇതിൻ്റെ ന്യൂട്രലിലേക്ക് കൊടുത്തു, ഇതിൻ്റെ ന്യൂട്രലിലേക്ക് കൊടുത്തു അല്ലേ. അപ്പോൾ നമ്മൾ ന്യൂട്രലൊക്കെ നമ്മൾ ഷോർട്ട് ചെയ്തു.
ഇനി നമുക്ക് ഈ ബോക്സിലേക്ക് നമ്മുടെ വയറ് കൊടുക്കാൻ വേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ഇങ്ങനെ 3 വയറ് വേണമെന്നില്ല, ഒറ്റ കോറിൻ്റെ ഉള്ളിൽ 3 വയറുള്ളത് നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും. അതൊരു മീറ്ററിന് 30 രൂപ മുതലുണ്ട്. അപ്പോൾ അതിനുള്ളിൽ കറക്റ്റായിട്ട് 3 കളറിലുള്ള വയേഴ്സ് ഉണ്ടാവുക. ഇതിൽ ഈ മഞ്ഞ വയറാണ് ഞാൻ എർത്ത് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൽ ഒന്ന് ഫേസ് ആണ്, ഒന്ന് ന്യൂട്രലാണ്. അപ്പോൾ നമുക്ക് ഇതാണിപ്പോൾ ഫേസ് ആയിട്ട് ഉപയോഗിക്കുന്നത്, ഇത് ന്യൂട്രലായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ തലപ്പൊന്ന് മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വയർ നമ്മൾ ഇതിലേക്ക് കണക്ഷൻ കൊടുക്കുന്നതിന് മുന്നേറ്റൊരു കാര്യം ചെയ്യണം. ഈ ബോക്സിൽ നമ്മൾ ഇതുപോലുള്ള ഒരു ഹോൾ ഇടണം. ആ ഹോള് വഴി ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കണക്ഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഇതിനുള്ളിൽ ഇട്ടതിന് ശേഷം ഇവിടെ നമുക്ക് ഒരു വയർ ടാഗ് ഉണ്ടെങ്കിൽ ഒരു വയർ ടാഗ് ഇടാം. ഞാനിവിടെ ഇൻസുലേഷൻ ടാപ്പാണ് ചുറ്റിയിട്ടുള്ളത്. അപ്പോൾ അത് പെട്ടെന്ന് പുറമേക്ക് ലൂസായി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഈ കണക്ഷൻസ് കൊടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മഞ്ഞയാണ് ഞാൻ എർത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ മഞ്ഞ വയർ ഞാൻ ഇതിൽ എർത്ത് പോയിന്റിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് കാര്യം ഇതിൽ ഒരു വയർ നമുക്ക് ഫേസിന് കൊടുക്കാം, ഒന്ന് ന്യൂട്രലിന് കൊടുക്കാം. പിന്നെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നോക്കൂ, നമ്മുടെ ഈ കണക്ഷൻ കണ്ടോ, ഇത് ന്യൂട്രൽ കണക്ഷനാണ്. ഇങ്ങനെ പോയിട്ടുള്ള കണ്ടോ, ന്യൂട്രൽ കണക്ഷനാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു ഭാഗത്ത് ന്യൂട്രൽ കൊടുത്താൽ മതി. ഇവിടെ ന്യൂട്രൽ കൊടുക്കാം. ഇനി നമുക്ക് ഈ വയർ ഫേസാണ്. അപ്പോൾ നമുക്കൊരു സ്വിച്ചിൻ്റെ ഈ താഴത്തെ പോയിന്റിലേക്ക് കൊടുക്കണം. സ്വിച്ചിൻ്റെ താഴത്തെ പോയിന്റിലേക്കാണ് മാറിപ്പോരുത്. സ്വിച്ചിൻ്റെ മുകളിലത്തെ പോയിൻ്റേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം, ഇപ്പോൾ ഈ ഒരു സ്വിച്ചിൻ്റെ മുകളിലത്തെ ഭാഗത്ത് നമ്മൾ കൊടുത്തു വിചാരിക്കുക. അപ്പോൾ ഈ ഒരു പ്ലഗ് പോയിന്റിലും ഇതിലും എപ്പോഴും ഫേസ് വരും, ഇവിടെ നിന്ന് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെയാണ്, സ്വിച്ചിൻ്റെ താഴത്തെ പോയിന്റിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോക്സിൻ്റെ ഉള്ള കണക്ഷൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വയറിൻ്റെ അറ്റത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഈ പിന്ന് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഈ പിന്നൊന്ന് ഊരുക. ഇവിടെ നമ്മൾ നോക്കൂ, ഇവിടെ ഒരു ചെറിയൊരു പീസ് കാണാം, ഇവിടെ ഒരു സ്ട്രാപ്പ് കാണാം. അപ്പോൾ ഈ സ്ട്രാപ്പ് എന്ന് വെച്ചാൽ ഈ വയർ കറക്റ്റായിട്ട് നമ്മൾ ഇതിൽ വെച്ചിട്ട് ഉറപ്പിക്കുമ്പോൾ കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. സ്ക്രൂ അഴിക്കുക. നമുക്കിത് പൊന്തിച്ച് വയ്ക്കാം. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പീസ് ഇതിനുള്ളിൽ കൂടെ മറക്കരുത്. അത് മറന്നു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ആദ്യം അഴിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇവിടെ ഒരു വയർ മടക്കി വെച്ചിട്ടുണ്ട്. ഈ മടക്കി വെച്ച വയറാണ് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെന്ന് കൂടി ചെക്ക് ചെയ്ത് നോക്കാം അത് കഴിഞ്ഞിട്ട്. ഇപ്പം ഞാൻ അടയാളം വെച്ചത് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മളെപ്പോഴും വലതുഭാഗത്ത് ഈ ഭാഗത്താണ് നമ്മൾ ഫേസ് കണക്ഷൻ വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഫേസ് വയർ പിന്നെ നേരത്തെ പറഞ്ഞു, നമ്മൾ ശരിക്കും ഉപയോഗിക്കേണ്ടത് ചുവപ്പ് വയറാണ്. ചുവപ്പ് വയറാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ചുവപ്പ് വയറാണ് നമ്മൾ ഈ വലതുഭാഗത്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു വയർ, ഇത് ന്യൂട്രൽ വയറാണ്, ഇത് നമ്മൾ ഈ സൈഡിൽ ഇപ്പുറത്തെ. ഓക്കെ, ഇനി നേരത്തെ ഞാൻ പറഞ്ഞു, മഞ്ഞ വയർ നമ്മളിവിടെ എർത്ത് കണക്ഷനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ മഞ്ഞ വയർ എർത്ത് പോയിന്റിലും കണക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സ്ട്രാപ്പ് കറക്റ്റായിട്ട് ഇതിൽ വെച്ചിട്ട് ഇതും കൂടി ഇതിലേക്ക് ഇറക്കി വെക്കണം. ഇനി ഈ സ്ട്രാപ്പ് സ്ക്രൂ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ആക്കുക. ഇത് വയർ ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇനി നമുക്ക് ഇത് അടയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കണക്ഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ എക്സ്റ്റൻഷൻ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്വിച്ച് ഓൺ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ സ്വിച്ച് ഇപ്പോൾ ഞാൻ ഓഫാണ്. സ്വിച്ച് ഓഫ് ആകുമ്പോൾ ഒന്നിലും ഫേസ് വരാൻ പാടില്ല.
എല്ലാ പോയിൻറ്റും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഫേസ് വരുന്നുണ്ടോ നോക്കണം. ഇവിടെ വരുന്നില്ല. എർത്ത് പോയിൻറ്റിൽ വരുന്നുണ്ടോ നോക്കണം. ഇതാണ് എർത്ത് പോയിൻറ്റ്, ഇത് എർത്ത് പോയിൻറ്റ്, ഇത് എർത്ത് പോയിൻറ്റ് വരുന്നില്ല അല്ലേ? ഇതിലൊന്നിനും ഇപ്പോൾ വരുന്നില്ല. ഇനി നമുക്ക് ഇത് ഓൺ ചെയ്യാം. ഇത് ഓൺ ചെയ്യുമ്പോൾ ഈ 2 പ്ലഗ് പോയിൻറ്റിൻ്റെയും വലത് ഭാഗത്ത് ഫേസ് വരണം. വരുന്നുണ്ട് നോക്കൂ. ഇതിൽ വരുന്നുണ്ട്, ഇതിൽ വരുന്നുണ്ട് അല്ലേ? ടെസ്റ്റർ കത്തുന്നുണ്ട്. ഇനി ഇവിടെ ആ സമയത്ത് വരുന്നുണ്ടോ? ഇല്ല. ഓക്കെ. ഇനി നമ്മൾ ഇത് ഓൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ വലത് ഭാഗത്ത് 2ലും വരണം. പിന്നെ അതേമാതിരി ഇവിടെ ഒരു പോയിന്റിൽ വരണം, താഴത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലുള്ള ബോക്സ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഇത്തരം ഒരു ബോക്സിന് ഇപ്പോൾ ഈ ഉണ്ടാക്കിയിട്ടുള്ളൊരു ബോക്സിന് എനിക്ക് ചിലവ് വന്നിട്ടുള്ളത് 200 രൂപയാണ്. ഇനി ഒരു കാര്യം കൂടി പറയാം. ഈ ഇവിടെ ഉപയോഗിക്കുന്ന സ്വിച്ചും അതേപോലെ തന്നെ ഈ പ്ലഗ് പോയിൻ്റും ഒക്കെ 6 ആംപിയറിൻ്റെയാണ്. അപ്പോൾ നമ്മൾ പവർ പ്ലഗ് മോഡൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 16 ആംപിയറിൻ്റെ സ്വിച്ചും അതേപോലെ തന്നെ പ്ലഗ് പോയിൻ്റൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മൾ ആ രീതിയിലുള്ളത് വാങ്ങിയിട്ട് ഫിക്സ് ചെയ്താൽ മതി. ഇത് 6 ആംപിയർ 230 വോൾട്ട് ഉള്ള സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്വിച്ചും അതേമാതിരി തന്നെ പ്ലഗ് പോയിൻറ്റുകളാണ്. ഓക്കെ. ഒരു എക്സ്റ്റൻഷൻ ബോക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അത് മാക്സിമം ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.